ഹലോ ഗൈസ്, അപ്പൊ നമുക്ക് ഇന്ന് കോട്ടയത്തെ സെക്കൻഡ് ഡേ ആണ് കേട്ടോ. ഇന്നാണ് എക്സാം ഡേ. അപ്പൊ എക്സാമിന് പോയാലോ? രാവിലെ എണീക്കാൻ മടി പിടിച്ച് കിടക്കുന്ന ഗ്രീഷുവിനെയാണ് നിങ്ങൾ കാണുന്നത്. രാവിലെ എണീറ്റ് ബ്രഷ് ഒക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് നേരെ ഞങ്ങൾ പഠിക്കാനിരുന്നു ഗൈസ്. നിറയെ പഠിക്കാനുണ്ട്. പിന്നെ നിങ്ങൾക്ക് അറിയാലോ ഗൈസ്, പഠിക്കാൻ തുടങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് അപ്പം വിശക്കും. അതുകൊണ്ട് ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് ഓർഡർ ചെയ്ത് കഴിച്ചു. ഇന്നലെ വീഡിയോ ഇട്ട സമയത്ത് ഫുള്ള് ഫുഡ് അടി ആണല്ലോ എന്നായിരുന്നു കുറേ കമൻറ്റ്സ് വന്നിട്ടുണ്ടായിരുന്നത്. കണ്ണു വെക്കരുത് ഗൈസ്, കണ്ണു വെക്കരുത്. ഞങ്ങൾ ഇന്നലെ ഫുള്ള് രാവിലെ മുതൽ വൈകുന്നേരം വരെ ആകെ കഴിച്ചേക്കുന്നത് ഈ ഒരു ബ്രേക്ക്ഫാസ്റ്റ് ആണ്. വേറെ ഒന്നും ഞങ്ങൾക്ക് കിട്ടിയിട്ടില്ല, അല്ലെങ്കിൽ കഴിക്കാൻ സമയം കിട്ടിയിട്ടില്ല. കഷ്ടമുണ്ട് ഗൈസ്. അതെന്തായാലും ആവട്ടെ. പിന്നെ ഞങ്ങൾ വേഗം പോയി റെഡിയായി, എന്നിട്ട് വീണ്ടും ഞങ്ങൾ കുത്തിയിരുന്ന് പഠിച്ചു ഗൈസ്. ബിക്കോസ് എക്സാമിന് മുമ്പ് പഠിക്കണമല്ലോ. ടെൻഷനായി, അയ്യോ പഠിച്ചത് ഓർമ്മ വരുന്നല്ലോ എന്ന് പറഞ്ഞിരിക്കുന്ന എന്നെയാണ് നിങ്ങൾ കാണുന്നത്. പിന്നെ ഞങ്ങൾ റൂമൊക്കെ വെക്കേറ്റ് ചെയ്ത് അവിടെ നിന്ന് ഇറങ്ങി. എന്നിട്ട് ഞങ്ങളൊരു ഓട്ടോ എടുത്ത് കോളേജിലോട്ട് പോയി. അപ്പോൾ ഞങ്ങൾക്ക് എക്സാം ഉള്ളത് സെൻറ് തോമസ് കോളേജിലാണ് കേട്ടോ. നല്ല രസമുള്ള കോളേജായിരുന്നേ, നല്ല അടിപൊളി ഒരു കോളേജ്. ഞങ്ങൾ ആദ്യമായിട്ടാണല്ലോ കോളേജിലോട്ട് വരണേ. അപ്പോൾ വി ഹാഡ് നോ ഐഡിയ വേർ ടു ഗോ. അപ്പോൾ ഞങ്ങളിങ്ങനെ ചോദിച്ച് പോകും. വീണ്ടും ഒരു ലോഡ് സ്റ്റെപ്പുകൾ ഗൈസ്. എൻ്റെ ദൈവമേ, എക്സാം ഹോൾ ഓഡിറ്റോറിയത്തിലാണ് ഗൈസ്. ഓഡിറ്റോറിയം തിരഞ്ഞ് ഞങ്ങൾ നടക്കുകയാണ്. വലിയൊരു കോളേജ്, നല്ല രസമുള്ള കോളേജ്. പക്ഷെ ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തോട്ട് എത്തണമെങ്കിൽ എനിക്കറിയാൻ പാടില്ല. പക്ഷെ എന്തൊക്കെ പറഞ്ഞാലും നല്ല രസമുള്ള ആംബിയൻസ് ഉള്ള കോളേജ്. അങ്ങനെ ഞങ്ങൾ കുറച്ച് നേരത്തെ എത്തിയോണ്ട് ഞങ്ങൾ അവിടെ ഇരുന്ന് വീണ്ടും റിവൈസ് ചെയ്തു. മറന്നു പോരുതല്ലോ. അപ്പോൾ ഹാളിലൊക്കെ എത്തിയിട്ടുണ്ട്. ഇനി നമുക്ക് എക്സാം എഴുതാം. അങ്ങനെ ഞങ്ങൾ എക്സാം എഴുതി കഴിഞ്ഞ് ഇറങ്ങി ഗൈസ്. ഇന്നലെ ഓൾ ദ ബെസ്റ്റ് പറഞ്ഞ എല്ലാവർക്കും താങ്ക് യു. എക്സാം കഴിയുമ്പോഴത്തേക്ക് ഗ്രീഷുവിന് പനി വന്നു. അതെ, എക്സാം പനിയല്ല, ഒറിജിനൽ പനി. പേടിച്ച് പനി വന്നതല്ല എന്നാണ് അവൾ പറയുന്നത്. അതെ, അങ്ങനെ എക്സാം കഴിഞ്ഞു ഗൈസ്. ഈസി ആയിരുന്നു, കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ ഞങ്ങൾ അവിടുന്ന് നേരെ ബസ് അടിച്ച് റെയിൽവേ സ്റ്റേഷനിലോട്ട് പോവാണ് ഗൈസ്. ബസ്സിലിരുന്ന് ഞാൻ കുറച്ച് നേരം അങ്ങ് ഉറങ്ങി, ടയേർഡായിപ്പോയി ഗൈസ്. അങ്ങനെ ഞങ്ങൾ റെയിൽവേ സ്റ്റേഷനിലെത്തി, ടിക്കറ്റ് എടുത്തു. അപ്പോഴത്തേക്ക് ഞങ്ങളുടെ ട്രെയിൻ വന്നു. കറക്റ്റ് ടൈമായിരുന്നേ. ജനറലായിരുന്നു കേട്ടോ. എന്ത് തിരക്കായിരുന്നു എന്നറിയോ. അങ്ങനെ ഞാൻ അവസാനം ഇതിൻ്റെ മണ്ടയിലോട്ട് കയറിയിരുന്നു ഗൈസ്. ആ മറ്റേ മുകളിലുള്ള സീറ്റില്ലേ, അവിടെ കയറി അങ്ങ് ഇരുന്ന്. താഴെ ഗ്രീഷു വയ്യ, അവൾക്ക് പനിയായേ, അവൾ കിടന്ന് ഉറങ്ങുവാണ്. കുറേ നേരം കഴിഞ്ഞപ്പോൾ സജിക്കും അപ്പുറത്തൊരു സൈഡിൽ സീറ്റ് കിട്ടി ഗൈസ്. അവൾ അവിടെ ഇരിപ്പുണ്ട്. ഞങ്ങൾക്കാണെങ്കിൽ വിശന്നിട്ട് രാവിലെ കഴിച്ചിട്ട് അതിനുശേഷം ഒന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ലല്ലോ. പിന്നെ ഞങ്ങൾ അങ്ങനെ ട്രെയിൻ ഇറങ്ങി. അപ്പോഴത്തേക്കും എൻ്റെ ഓട്ടോ വന്നിട്ടുണ്ടായിരുന്നു. അതിൽ കയറി ഞാൻ വീട്ടിലോട്ട് പോവാണെങ്കിൽ വീട്ടിൽ പോയിട്ടാണ് എനിക്ക് എന്തേലും കഴിക്കാൻ. വീട്ടിലെത്തിയപ്പം എൻ്റെ ഡോബി എന്നെ 2 ദിവസം കാണാതെ കണ്ടതിൻ്റെ സന്തോഷത്തിലായിരുന്നേ. കൂട്ടത്തിൽ നമ്മുടെ ഷെയരും ഉണ്ടായിരുന്നു കേട്ടോ. ഇനിയിപ്പോൾ ഇവരോട് വിശേഷമൊക്കെ പറഞ്ഞ് ഞാൻ മെല്ലെ ഒന്ന് പോയി കിടന്ന് ഉറങ്ങട്ടെ. അപ്പോൾ അത്രേ ഉള്ളൂ ഗൈസ്. സീ ഗൈസ് ഇൻ അവർ നെക്സ്റ്റ് വീഡിയോ. ടാറ്റാ.